ദാവൂദ് നബിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അന്ന് അറബികൾ പറഞ്ഞിരുന്ന മിഖ്ലാഴ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ആയുധം. മിഖ്ലാഴ് قصاص حكمة وصبر أساميهم لنا خير وعطار نبتدي بآدم خليفة ربنا وفي محمد ننتهي خير البشر قصص نور وقصص حكمة وصبر أساميهم لنا خير وعطر نبتدي بآدم خليفة ربنا وفي محمد ننتهي خير البشر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലിം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇനി നാം പറയാൻ പോകുന്നത് ത്വാലൂത്തും ജാലൂത്തും തമ്മിലുള്ള യുദ്ധരംഗങ്ങളെക്കുറിച്ചൊക്കെയാണ് നാം സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചരിത്ര പഠനം നാം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് പുനരാരംഭിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു തന്നു. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉസൈർ നബിയെക്കുറിച്ച് പറഞ്ഞു വച്ചതായിരുന്നു നാം. 30 എപ്പിസോഡുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു തീർത്തു. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ വരാനുണ്ട്. അതിൻ്റെ 31ാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് ചരിത്രം പറഞ്ഞു തീരുന്നത് വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നബിമാരെക്കുറിച്ചൊക്കെ പറയപ്പെടുന്ന ഒരു സദസ്സ്, ഒരു രംഗം, അത് സ്വർഗപ്പൂങ്കാവനമാണല്ലോ. ഏറ്റവും കൂലി ലഭിക്കുന്ന കാര്യമാണല്ലോ. നമുക്കൊക്കെ തെറ്റുകളിൽ നിന്ന് മുക്തരാവാനുള്ള ഒരു സൗഭാഗ്യം വന്നിരിക്കുകയാണല്ലോ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പാഠങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബനു ഇസ്രായേലിലെ സാധാരണക്കാർ, അവർക്ക് ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. തർക്കിക്കുന്ന ആളുകൾ, അതുപോലെ അധികാരികൾ, അതുപോലെ അഹംഭാവികൾ, അതുപോലെ വെറുതെ ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം. മൂസാ നബിയോടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളും നബിമാരെ അംഗീകരിക്കാതിരിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും അവരെ നിന്ദ്യരാക്കി മാറ്റി. നിന്ദ്യത അവർക്കെപ്പോഴും മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നു. അവരെക്കാൾ മേൽക്കോയ്മ സ്ഥാപിക്കുന്ന, അവർക്ക് മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരുപാട് വിഭാഗം കടന്നു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ജാലൂത്ത് കടന്നു വരുന്നത്. ഇത് നമുക്കും ബാധകമാണ്. വിശുദ്ധ ഖുർആനെ എന്ന് നാം ഉപേക്ഷിക്കുന്നുവോ അന്ന് നമ്മൾ അധമരായി അധപ്പതിക്കുന്ന ഒരവസ്ഥ വരും. എന്നാൽ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുന്ന പക്ഷം നമ്മൾ പ്രതാപശാലികളും വളരെ അഭിമാനികളുമായി മാറാൻ നമുക്ക് കഴിയും. അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അപ്പോൾ ബനു ഇസ്രായേലിൽപ്പെട്ട പലരും അങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ, അവർ നിന്ദ്യരായി മാറിയപ്പോൾ, ജാലൂത്ത് എന്ന രാജാവ് അവർക്കുമേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ, അന്ന് അവരിലേക്ക് ഇറങ്ങിയ നബിയായിരുന്ന ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് കുറച്ചാളുകൾ ചെന്നു. കുറച്ചാളുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം ബനു ഇസ്രായേൽ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ശംവീൽ നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീൽ മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന് ബനു ഇസ്രായേലിലെ പ്രധാനികൾ ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, പലപ്പോഴും യുദ്ധം നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെട്ടിരുന്നു.
യുദ്ധം ചെയ്യാൻ അള്ളാഹു പറഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ പിന്തിരിഞ്ഞ ആളുകളാണ്. ഇനിയും അങ്ങനെ തന്നെയാണോ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവർ, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ, ഞങ്ങളുടെ കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നവർ, ഞങ്ങൾ വഴിയാധാരമായി പോകാൻ കാരണമായവർക്കെതിരെ ഞങ്ങൾ എന്തായാലും യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അവർ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് മേൽ യുദ്ധം നിർബന്ധമാക്കുന്നു. അവർക്കൊരു രാജാവിനെ കൊടുക്കുന്നു. പക്ഷേ ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാൽ തവല്ലൗ, പിന്തിരിഞ്ഞു. അങ്ങനെയാണ് ബനൂ ഇസ്രായേലിന്റെ ഒരു സ്വഭാവമാണത്. അവർ പിന്തിരിഞ്ഞു. പക്ഷെ കുറച്ച് ആളുകൾ ഉറച്ചു നിന്നു. ഞങ്ങൾ എന്ത് തന്നെയായാലും ശത്രു സമൂഹത്തോട്, ജാലൂത്ത് എന്ന ധിക്കാരിയായ രാജാവിനോട് യുദ്ധം ചെയ്ത് ബനൂ ഇസ്രായേലരുടെ പ്രതാപം വീണ്ടെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ആ ആളുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അള്ളാഹു നമ്മുടെ ഈ ഒരു ചരിത്ര കഥനം സ്വീകരിക്കട്ടെ. ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് കേൾക്കുന്നവർ, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ, അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാബൈന ഖബ്രി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, ആ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുപോലെ ജന്നത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയാണ് ബനൂ ഇസ്രായേലരുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജാലൂത്ത് എന്ന പരാക്രമിയായ ധിക്കാരിയായ രാജാവിനോട് യുദ്ധം ചെയ്യുന്ന ഒരു സംഘത്തെ കടഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അവർക്ക് രാജാവിനെ അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ നബി ശമീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഇത് വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക. ത്വാലൂത്ത് എന്ന അധികായനും ധീരനും വീരശൂര പരാക്രമിയൊക്കെ ആയിരുന്ന ത്വാലൂത്ത് എന്നവരെ അവർക്ക് നേതാവായി നിശ്ചയിച്ചു കൊടുത്തു, രാജാവായി നിശ്ചയിച്ചു കൊടുത്തു ശമീൽ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, ഞങ്ങളെ മേലിൽ ഞങ്ങളെ കുടുംബക്കാരനല്ലാത്ത, പണമോ പ്രതാപമോ ഒന്നുമില്ലാത്ത ത്വാലൂത്തിനെ എങ്ങനെ രാജാവാക്കാന്ന് ചോദിച്ചു. ത്വാലൂത്തിനെ എങ്ങനെ ഞങ്ങളെ രാജാവാക്കാൻ പറ്റുമോ? ഇതായിരുന്നു ബനൂ ഇസ്രായേലിന്റെ സ്വഭാവം. നമ്മൾ നേരത്തെ പറഞ്ഞു ധിക്കാരികളായിരുന്നു. അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരിൽ പെട്ട ചിലരൊക്കെ പിന്തിരിഞ്ഞു. വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ, സമ്പത്തൊന്നും നൽകാത്ത ആളല്ലേ, ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും അല്ലേ രാജാവാക്കേണ്ടിരുന്നൊക്കെ ചോദിച്ചപ്പോൾ ശമൂവേൽ നബി പറഞ്ഞു, അള്ളാഹുവാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മ, അറിവിലും ആഹാര സൗഷ്ഠവത്തിലും ആഹാര വടിവിലൊക്കെ ആധിക്യം നൽകിയ, ശക്തി നൽകിയ ആളാണ് നിങ്ങൾക്ക് ത്വാലൂത്തിനെ അള്ളാഹു നിശ്ചയിച്ചു തന്നത്. അദ്ദേഹത്തിന് ആയുധതന്ത്രവും യുദ്ധതന്ത്രങ്ങളൊക്കെ നന്നായി അറിയായിരുന്നു. അതുപോലെ ഇസ്ലാമിലെ അറിവും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനെയാണ് നിങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്ത് തന്നത്. ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല, അള്ളാഹു തിരഞ്ഞെടുത്തതാണെന്ന് മഹാനായ ശമീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവാണ് ത്വാലൂത്തിനെ നിശ്ചയിച്ചത് എന്നതിന് തെളിവ് വേണമെന്ന് പറഞ്ഞു. വീണ്ടും അവരുടെ ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, പിന്നെ അവർ നബിമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി. ത്വാലൂത്തിനെ അവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുത്തു മഹാനായ ശമീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ നിശ്ചയിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അവരുടെ ചോദ്യം ഇതാണ്, അള്ളാഹുവാണ് താലൂത്തിനെ ഞങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചു തന്നത് എന്നതിൻ്റെ തെളിവെന്താണ്? അതിനൊരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അതും അംഗീകരിച്ചു കൊടുക്കുകയാണ് മഹാനായ ശമീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത്ത മുൽക്കിഹി അയ്യതിയകുമു താബൂതു ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ. അവർക്കൊരു താബൂത്ത് ഇറക്കി കൊടുക്കുകയാണ്. താബൂത്ത് എന്ന് പറഞ്ഞ ഒരു പെട്ടി. ആ പെട്ടിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബക്കാർ ഉപേക്ഷിച്ച തൗറാത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ സക്കീനത്ത്, ശാന്തി ഇറങ്ങുന്ന ഒരു പ്രത്യേകമായ പെട്ടി. അത് മുമ്പെന്നോ ഇവർ ധിക്കാരികളായി മാറിയ സമയത്ത്, ഇവർ തെമ്മാടികളായി മാറിയ സമയത്ത് ഇവരിൽ നിന്നും അള്ളാഹു ഊരിയെടുത്ത് ഒഴിവാക്കിയതാണ്. അതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അത് വീണ്ടും അവർക്ക് ഇറക്കി കൊടുക്കുകയാണ് ഈ താലൂത്ത് എന്ന രാജാവിലൂടെ. അങ്ങനെ മലക്കുകൾ അത് കൊണ്ടുവന്ന് ഇറക്കി വന്ന് തന്നു. അങ്ങനെ ആയപ്പോൾ ചിലരൊക്കെ അതിൽ വിശ്വസിച്ചു, ചിലരൊക്കെ വീണ്ടും പിന്തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതാണ് സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. ഇനിയാണ് യുദ്ധത്തിലേക്ക് നമ്മൾ വരുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധം നിർബന്ധമാക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ കുറച്ചാളുകൾ ഓക്കെ ആയിരുന്നു, കുറച്ചാളുകൾ പോയി.
പിന്നെ രാജാവിനെ അവർക്ക് വേണ്ടി താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചപ്പോൾ കുറച്ചാളുകൾ പുറത്തുപോയി, പിന്തിരിഞ്ഞു. പിന്നെ ആയത്തിറങ്ങിയപ്പോൾ, ദൃഷ്ടാന്തം ഇറങ്ങിയപ്പോൾ കുറച്ചാളുകൾ അതിനെ പിന്താങ്ങി, അതിനെ പിന്തുണച്ചു, അത് വാസ്തവമാക്കി. ചില ആളുകളൊക്കെ അത് കളവാക്കി ഒഴിവായി. അങ്ങനെ ആളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ താലൂത്തിൻ്റെ കൂടെ 1000 ചില്ലാനം ആളുകൾ മാത്രമേ യുദ്ധത്തിന് തയ്യാറായി പോകുന്നുള്ളൂ. ഇനി ഈ ടീമിനെയും അള്ളാഹു വീണ്ടും പരീക്ഷിക്കുകയാണ്. എതിരാളികൾ ആരാണ്? ജാലൂത്തും സർവ്വസന്നാഹവുമായി വലിയൊരു സൈന്യവുമായി നിലകൊള്ളുന്ന ഭീമാകാരനായ മനുഷ്യൻ, എന്താ പറയുക, വലിയ നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു 10 പേരെങ്കിലും വന്നാൽ ഒന്നും പ്രശ്നമില്ലാത്ത ജാലൂത്താണ് എതിരാളി, അവൻ്റെ സൈന്യവും. ആ എതിരാളിയെ നേരിടാൻ വേണ്ടി താലൂത്തും കുഴപ്പമില്ലാത്ത ആരോഗ്യവും മറ്റെല്ലാം താലൂത്തും സംഘവും പോവാണ്. 1000കണക്കിന് വരുന്ന സംഘവും കൂടെ പോവാണ്. പോകുന്ന വഴിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുത്ത പരീക്ഷണം, വീണ്ടും അവരെ പരീക്ഷിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതെന്താണ്? പോകുന്ന വഴിയിൽ ഒരു നദി മുറിച്ചു കടക്കാനുണ്ട്. താലൂത്ത് ആ നദി മുറിച്ചു കിടക്കുന്നതിന് മുമ്പായി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, അള്ളാഹു പറയുന്നുണ്ട്, നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ, നല്ല ദാഹം ഉണ്ടാവും. നദി ശുദ്ധമായ വെള്ളമൊഴുകുന്ന നദിയാണ്, നല്ല വെള്ളമാണ്. അവിടെ കാണുമ്പോൾ എല്ലാവർക്കും അതിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹമുണ്ടാവും, പക്ഷേ കുടിക്കാൻ പാടില്ല. നമ്മൾ പോകുമ്പോൾ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. അഥവാ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് അല്പം രുചിച്ചു നോക്കാം. ഒരു കൈക്കുമ്പിളിൽ കിട്ടുന്ന ഒരു കോരി ജസ്റ്റ് രുചിച്ചു നോക്കാം, അതിനപ്പുറത്തേക്ക് കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിച്ചിട്ട് വേഗം ഈ നദി മുറിച്ചു കടക്കുക എന്ന് പറഞ്ഞു. അവരെല്ലാവരും സമ്മതിച്ചു. പക്ഷേ നദിക്കരികിലെത്തിയപ്പോൾ, ആ നദിയിലെ ശുദ്ധമായ വെള്ളം കണ്ടപ്പോൾ ആരും മറ്റൊന്നും ആലോചിച്ചില്ല. അവർ അവരുടെ തനി സ്വഭാവം കാണിച്ചു. അവരെല്ലാവരും അതിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ആവോളം കുടിച്ചു. കുടിച്ചവരൊക്കെ ഔട്ടായി, പുറത്തായി. അങ്ങനെ 1000കണക്കിന് വരുന്ന സംഘത്തിൽ നിന്ന് പിന്നെ ശേഷിച്ചത്, ഇത് കുടിക്കാത്തവരായി കുറഞ്ഞ രീതിയിൽ രുചിച്ചവരായി ശേഷിച്ചത് 313 പേർ, അല്ലെങ്കിൽ 300 ചില്ലാനം ആളുകൾ മാത്രമാണ്. പിന്നീട് താലൂത്തിന്റെ കൂടെ യുദ്ധത്തിന് തയ്യാറായി ഈ നദി മുറിച്ചു കടക്കുന്നത്. നോക്കണേ, ബദർ യുദ്ധത്തിൽ മുനാഫിക്കീങ്ങൾ പിന്തിരിഞ്ഞു പോയ സംഭവമൊക്കെ നമുക്കറിയാം. എന്നും മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നും മുനാഫിക്കീങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ആൾക്കാർ. അപ്പോൾ 1000കണക്കിന് വരുന്ന ആളുകളിൽ നിന്ന് പലരും പിന്തിരിഞ്ഞു പോയി. ഇനി 300 ചില്ലാനം വരുന്ന ആളുകളുമായി താലൂത്ത് ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ജാലൂത്തിനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഈ 300 ചില്ലാനത്തിൽ നിന്നും ചില ആളുകൾ ബേക്കോട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ നദി മുറിച്ചു കടന്ന് അപ്പുറത്ത് ജാലൂത്തിനെയും സൈന്യത്തെയും, ആ ഒരു വലിയ സൈന്യത്തെയും കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയി പലരും. അങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞു, ലാ തോക്കത്തലനൽ യൗമ ബി ജാലൂത്ത വ ജുനൂദിഹി, ജാലൂത്തിനെയും സൈന്യത്തെയും ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ലട്ടോ എന്നും പറഞ്ഞുകൊണ്ട് താലൂത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചാളുകൾ പിന്തിരിഞ്ഞു. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നല്ല ഉറപ്പുള്ള മുഅ്മിനീങ്ങൾ പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ, എത്ര ബിഇദ്നില്ലാ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ സമ്മതം കൊണ്ട് എത്ര ചെറിയ ഗ്രൂപ്പ്, ചെറിയ സംഘം വലിയ സംഘത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളും കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞു. വല്ലാഹു മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാളുകൾ അവരോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി. ആ സംഘത്തിൽപ്പെട്ടവരായ ഒരു സുമുഖനായ ചെറുപ്പക്കാരനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. ശത്രു സൈന്യവും മുസ്ലിം സൈന്യവും മുഖാമുഖം നിൽക്കുന്ന സമയം മുസ്ലിം സമൂഹം ഒന്നടങ്കം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. റബ്ബന അഫ്രിഗ അലൈനാ സബ്റൻ വസബ്ബിത് അഖദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണേ, ക്ഷമ ചൊരിഞ്ഞു നൽകണേ, ഞങ്ങളുടെ പാദങ്ങൾക്ക് നീ ഉറപ്പ് നൽകണേ, ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബദറിലൊക്കെ ദുആ ചെയ്തതുപോലെ അവിടുത്തെ ആ 313 അംഗങ്ങൾ വരുന്ന സംഘം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവോട് ദുആക്ക് ഉത്തരം നൽകുകയാണ്. അങ്ങനെ ആദ്യം അന്നത്തെ യുദ്ധരീതിക്കനുസരിച്ച് ആദ്യം യുദ്ധം ഉണ്ടാവും. രണ്ടുപേര്, ഒരു നേതാവ് അവരിൽ നിന്നും ഒരു നേതാവ് ഇവരിൽ നിന്നും പോയിട്ട് അവരാദ്യം യുദ്ധം ചെയ്യും. അങ്ങനെ ഒരു തുടക്കമുണ്ടായിരുന്നു. അങ്ങനെ ശത്രു സമൂഹത്തിൽ നിന്ന് വരുന്നത് ജാലൂത്ത് തന്നെയാണ്. അവരുടെ നേതാവായ ജാലൂത്താണ് ആദ്യമായി യുദ്ധത്തിന് വേണ്ടി വരുന്നത്. ഈ കൂട്ടത്തിൽ നിന്ന് ജാലൂത്തിനെ എതിരിടാൻ പറ്റിയ ആരാണ് പോവുക എന്ന് താലൂത്ത് ചോദിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ടീമിലുണ്ട്.
ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളിലൂടെയും പല രീതിയിലും കടഞ്ഞെടുത്ത സമൂഹത്തിൽ ദാവൂദ് നബിയുണ്ട്. പക്ഷെ ദാവൂദ് നബി വലിയ തടിയോ വലിയ ധീരനാണ്, പക്ഷെ വലിയ തടിയോ ശരീര ശക്തിയോ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ ആരോഗ്യവാനായിരുന്നു, ധീരനായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബി മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എതിരിടാം ജാലൂത്തിനോട് എന്ന് പറഞ്ഞു. അപ്പോൾ താലൂത്ത് പറഞ്ഞു, ദാവൂദ് മാറിക്ക്, വേറെ ആരാളുള്ളതെന്ന് ചോദിച്ചു. എന്നിട്ട് ഒരു ഓഫറും ചെയ്തു, ഈ ജാലൂത്തിനെ വധിക്കുന്നവർക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുകയും എൻ്റെ ശേഷം അധികാരം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു താലൂത്ത്. അപ്പോഴും ആരും മുന്നോട്ട് വന്നില്ല, എല്ലാവർക്കും പേടി. അപ്പോഴും ദാവൂദ് നബി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാം രാജാവേ, ഞാൻ യുദ്ധം ചെയ്യാം. അപ്പോഴും ജാലൂത്ത് പറഞ്ഞു, ദാവൂദ് അവിടെ നിൽക്കുക, വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. മൂന്നാമതായും താലൂത്ത് ചോദിച്ചപ്പോൾ ദാവൂദ് നബി മുന്നോട്ട് വന്നു. അപ്പോൾ ദാവൂദ് നബിക്ക് സമ്മതം കൊടുത്തു. ദാവൂദ് നബി ചെറിയൊരു മനുഷ്യനല്ലേ. ദാവൂദ് നബിയെ ജാലൂത്ത് കണ്ടപ്പോൾ ജാലൂത്ത് തന്നെ ചോദിച്ചു, തൻ്റെ എതിരാളി ദാവൂദാണെന്ന് കണ്ട ജാലൂത്ത് ചോദിച്ചു, അമാ റജുലുൻ ഒയറക്ക യുക്കാത്തിലും, നീയല്ലാത്ത വേറെ ആരുമില്ലേ എന്നോട് യുദ്ധം ചെയ്യാൻ? അപ്പോൾ ദാവൂദ് നബി പറഞ്ഞു, അന ലക്കയാ ജാലൂത്ത്, നിന്നെ കൊല്ലാൻ ഞാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദാവൂദ് നബിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അന്ന് അറബികൾ പറഞ്ഞിരുന്ന മിഖലാഴ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ആയുധം. മിഖലാഴ് നമ്മുടെ ഇന്നത്തെ തെറ്റുവില്ലൊക്കെ ഈ കവണ എന്നൊക്കെ പറയുന്ന കല്ല് ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുന്ന ഒരു യന്ത്രം ഉണ്ടല്ലോ, ഒരു ഉപകരണം ഉണ്ടല്ലോ, അതേപോലത്തെ മറ്റൊരു ഉപകരണം, ഒരു പ്രത്യേകമായ ശീലക്കുള്ളിൽ നല്ല പാറക്കല്ല് പൊതിഞ്ഞിട്ട് ആ ശീല ഇങ്ങനെ കറക്കിയിട്ട് നേരെ എറിയുന്ന ഒരു സ്വഭാവം. അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു യുദ്ധതന്ത്രം അന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ വളരെ പ്രാഗൽഭ്യം നേടിയ വ്യക്തിയായിരുന്നു മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നല്ല നൈപുണ്യവും നല്ല പ്രാവീണ്യവും നേടിയിരുന്നു. കറക്റ്റ് എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിൽ തന്നെ കൊള്ളിക്കാൻ കഴിയുന്ന കഴിവുണ്ടായിരുന്നു മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വേറെ ഒരു കഴിവും വലിയ കഴിവൊന്നുമില്ല, പക്ഷെ ഈ കഴിവുണ്ടായിരുന്നു. അന്ന് നബിയോ അന്ന് രാജാവോ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇത് വെച്ചിട്ടാണ് ദാവൂദ് നബി ഞാൻ വധിക്കാം ജാലൂത്തിനെ എന്ന് പറയുകയും അങ്ങനെ ജാലൂത്തിന്റെ മുമ്പിലേക്ക് പോവുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ മിഖലാഴ് എന്ന് പറയുന്ന ആയുധമെടുത്ത് അതിങ്ങനെ കറക്കിയിട്ട് വളരെ മനോഹരമായി കറക്കിയിട്ട് നേരെ ആ മനുഷ്യന്റെ ജാലൂത്ത് എന്ന മഹാനായ ഭീമാകാരനായ മനുഷ്യന്റെ മസ്തിഷ്കം ആ മസ്തകത്തിലേക്ക് തന്നെ, അത് പ്രത്യേക പോയിന്റിലേക്ക് തന്നെ ആ കല്ലെറിയുകയും അങ്ങനെ അത് തട്ടിയിട്ട് അവിടെ ആ നിലം പതിച്ച് വീഴുകയും ചെയ്തു ജാലൂത്ത് മരണമടഞ്ഞു. ജാലൂത്ത് മരിച്ചതോടുകൂടെ ശത്രു സൈന്യം പിന്തിരിഞ്ഞോടി. അങ്ങനെ താലൂത്തും സംഘവും വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകി. ഫഹസമൂഹും ബിഇദ്നില്ലാ, ഈ സംഘം അള്ളാഹുവിൻ്റെ സമ്മതം കൊണ്ട് അവരെ പരാജയപ്പെടുത്തി. വഖത്തല ദാവൂദ് ജാലൂത്ത, ദാവൂദ് നബി ജാലൂത്തിനെ വധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ദാവൂദ് നബിക്ക് ഒരുപാട് മഹത്വം നൽകി. ബനു ഇസ്രായേലർ ഹീറോ ആയി മാറി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബനു ഇസ്രായേലർക്ക് വേണ്ടപ്പെട്ട ആളായി മാറി, രാജാവായി മാറി. വലിയ ഹിക്മത്തും വലിയ കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്ക് പിന്നീട് നൽകി. ഇൻഷാ അല്ലാഹ് ദാവൂദ് നബിയുടെ ചരിത്രം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇതുവരെ ചരിത്രം കേട്ടവർ, ഇതിന് സഹായിച്ചവർ, ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഷെയർ ചെയ്യുന്നവർ, ഇതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റാഹത്തും ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകണേ. ഞങ്ങളെല്ലാവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹുവെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.